കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് റെഗുലറായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. പോർട്ട്ഫോളിയോ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഇത്ര കഷ്ടപ്പെട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇത്ര രൂപ ആയിട്ടുള്ളൂ എന്ന് നിങ്ങൾക്ക് തോന്നാറുണ്ടോ? അല്ലെങ്കിൽ മാർക്കറ്റ് ക്രാഷ് ആവുന്ന സമയത്ത് ഇൻവെസ്റ്റ് ചെയ്തൊക്കെ മതി, SIP ഒക്കെ നിർത്താം, കിട്ടിയത് നമുക്ക് വിഡ്രോ ചെയ്ത് കൊണ്ടുപോകാമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ്സിന് ചെറിയ പ്രോബ്ലം ഉണ്ട്. ഞാനൊരു സെബി രജിസ്റ്റേർഡ് ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറാണ്. മിക്ക ആളുകളുടെയും പോർട്ട്ഫോളിയോ കാണുമ്പോൾ കോമൺ ആയിട്ട് അതിലൊരു പാറ്റേൺ ഫോം ചെയ്യുന്നത് കാണാം. ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ട് നല്ലതായിരിക്കും, എന്നാൽ അതിനോടുള്ള അപ്രോച്ച് റോങ് ആകുമ്പോൾ മിക്ക ആളുകൾക്കും മോശം റിസൾട്ട് ആയിരിക്കും ആ ഇൻവെസ്റ്റ്മെന്റ്സിലൂടെ നേടാൻ കഴിയുന്നത്. ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന മിക്ക ആളുകളും കോമൺ ആയിട്ട് വരുത്തുന്ന 6 മിസ്റ്റേക്കുകളെ പറ്റിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒരുപക്ഷെ ഇതിൽ ഏതെങ്കിലും ഒരു മിസ്റ്റേക്ക് നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവാം. ഈ വീഡിയോ അവസാനം വരെ കണ്ടാൽ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്കത് മനസ്സിലാക്കാനും ആ തെറ്റുകൾ നിങ്ങൾക്ക് തിരുത്താനും കഴിയുന്നതായിരിക്കും. മിസ്റ്റേക്ക് 1, ഗോൾ ഇല്ലാതെ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. മ്യൂച്വൽ ഫണ്ട്സ് നല്ലതാണ്, SIP സ്റ്റാർട്ട് ചെയ്തോ എന്ന് പറയുന്ന അഡ്വൈസ് കേട്ട് ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത ആളുകളായിരിക്കും ഭൂരിഭാഗം പേരും. അഡ്വൈസ് റോങ് അല്ല, പക്ഷെ ഇൻകംപ്ലീറ്റ് ആണ്. അങ്ങനെ പറയാൻ കാരണം മ്യൂച്വൽ ഫണ്ട്സിനെ നിങ്ങളൊരു ഡെസ്റ്റിനേഷൻ ആയിട്ടല്ല കാണേണ്ടത്, അതൊരു വെഹിക്കിൾ മാത്രമാണ്. ഈ വണ്ടിയിൽ കയറുന്നതിന് മുൻപ് നമ്മൾ പോകുന്ന സ്ഥലം നമുക്ക് ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇങ്ങനെ ഗോൾ ഇല്ലാതെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രോബ്ലംസിൽ ഒന്നാമത്തേതാണ് ഏത് ഫണ്ട് സെലക്ട് ചെയ്യണം, ഏത് അസറ്റ് ക്ലാസ് സെലക്ട് ചെയ്യണം എന്നുള്ളത് നമുക്ക് ക്ലിയർ ആകില്ല. 2 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യമുള്ള പൈസ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇക്വിറ്റി ഫണ്ടുകളിലാണെങ്കിൽ നമുക്ക് ആവശ്യമായിട്ട് വരുമ്പോൾ മാർക്കറ്റ് ഡിപ്പാണെങ്കിൽ ലോസിൽ തന്നെ നമ്മൾ ആ ഇൻവെസ്റ്റ്മെന്റിനെ വിഡ്രോ ചെയ്യേണ്ടി വരും. രണ്ടാമത്തെ പ്രോബ്ലം, കാണുന്ന ഓപ്ഷൻസിലേക്കെല്ലാം നമ്മൾ ചാടിക്കൊണ്ടിരിക്കും. റിയൽ എസ്റ്റേറ്റ്, ഗോൾഡ്, സിൽവർ, ക്രിപ്റ്റോ എന്ന് പറഞ്ഞ് അതാത് സമയങ്ങളിൽ ഏതിനാണോ ഏറ്റവും കൂടുതൽ പെർഫോമൻസ് ഉണ്ടാവുന്നത് അതിന്റെ പിന്നാലെ ആയിരിക്കും പോകുന്നുണ്ടാവുക. മൂന്നാമത്തെ പ്രോബ്ലം, മാർക്കറ്റിന് എന്തെങ്കിലും ചെറിയ ക്രാഷ് സംഭവിച്ചാൽ വളരെ പാനിക് ആയിട്ടായിരിക്കും ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റേഴ്സ് മുന്നോട്ട് പോകുന്നത്. ഈ ക്രാഷ് റിക്കവർ ആവോ, ഞാൻ ഇൻവെസ്റ്റ് ചെയ്തെല്ലാം സ്റ്റോപ്പ് ചെയ്തെല്ലാം വിഡ്രോ ചെയ്താലോ എന്ന് പേടിച്ചിട്ടായിരിക്കും പല ആൾക്കാരും ഇരിക്കുന്നുണ്ടാവുക. മ്യൂച്വൽ ഫണ്ട്സിൽ തന്നെ അല്ലെങ്കിൽ മൊത്തം ഇൻവെസ്റ്റ്മെന്റ്സിൽ തന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ മ്യൂച്വൽ ഫണ്ട് കഴിഞ്ഞ 5 വർഷത്തിൽ 14% ആവറേജ് റിട്ടേൺസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത ഇൻവെസ്റ്ററിന് ഒരു പക്ഷേ കിട്ടിയിട്ടുണ്ടാവുക 7% റിട്ടേൺസ് ആയിരിക്കും. അതിന്റെ കാരണം മറ്റൊന്നല്ല, ഈ ഇൻവെസ്റ്റർ പല ഫണ്ടുകളിലേക്ക് ചാടിയിട്ടായിരിക്കും ഇൻവെസ്റ്റ്മെന്റ്സ് മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടാവുക. സ്വാഭാവികമായിട്ടും അങ്ങനെയാകുമ്പോൾ കിട്ടുന്ന റിസൾട്ടും കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കും. ഇൻവെസ്റ്ററുടെ ബിഹേവിയർ ഡിഫറെന്റ് ആകുമ്പോൾ മാർക്കറ്റ് എത്ര ബെറ്റർ ആണെങ്കിലും കിട്ടുന്ന റിസൾട്ട് ഡിഫറെന്റ് തന്നെയായിരിക്കും. അതായത് മ്യൂച്വൽ ഫണ്ട്സ് ഫെയിൽ ആകുന്നുണ്ടാവില്ല, നമ്മുടെ ബിഹേവിയർ ആണ് ഫെയിൽ ആകുന്നത്. ഈ ബിഹേവിയർ ഫെയിൽ ആകുമ്പോൾ പല തെറ്റുകൾ നമ്മൾ ചെയ്യുകയും ചെയ്യും. നമ്മളിപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഒരു മിസ്റ്റേക്ക് എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റാം? ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾ ഈ ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിക്കണം. ഞാൻ ഈ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന പൈസ ഏത് വർഷം എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് എനിക്ക് വേണ്ടത്? കാരണം ഈ ഒരു ചോദ്യത്തിന് ഉത്തരം ഉണ്ടെങ്കിൽ മാത്രമേ ഇനി നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയുള്ളൂ. അടുത്ത വർഷം കുട്ടികളുടെ സ്കൂൾ ഫീസ് അടയ്ക്കാനാണെങ്കിൽ അത്തരം കാര്യങ്ങൾക്ക് നമുക്ക് കൂടുതലും കൺസിഡർ ചെയ്യാൻ പറ്റുക ഡെറ്റ് ഫണ്ടുകളെ ആയിരിക്കാം. 7 വർഷം കഴിഞ്ഞൊരു കാറ് വാങ്ങാനായിട്ടോ ചിലപ്പോൾ ബാലൻസ്ഡ് ആയിട്ടുള്ള അപ്രോച്ച് ആയിരിക്കും നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക. ഇനിയിപ്പോൾ നേരെ മറിച്ച് ഒരു 30 വർഷം കഴിഞ്ഞിട്ട് റിട്ടയർ ആവാനാണെങ്കിൽ കുറച്ചും കൂടി ഇക്വിറ്റി ഹെവി ആയിട്ടുള്ള പോർട്ട്ഫോളിയോ ആയിരിക്കും നമ്മൾ ബിൽഡ് ചെയ്യുന്നുണ്ടാവുക. ഈ പറഞ്ഞു വന്ന ഗോള് ക്ലിയർ ആണെങ്കിൽ ഏത് ഫണ്ട് വേണം എന്നുള്ളത് ക്ലിയർ ആവും, എത്ര നാൾ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത് ക്ലിയർ ആവും. മാർക്കറ്റിൽ ഉണ്ടാവുന്ന ചെറിയ മൂവ്മെന്റ് പാനിക് ഇല്ലാതെ നമുക്ക് ഇരിക്കാനും പറ്റും. ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ഗോൾ എന്താണെന്നുള്ളത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് ഗോൾ ഇല്ലാതെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് പ്രത്യേകിച്ച് ഡെസ്റ്റിനേഷൻ ഇല്ലാതെ ഡ്രൈവ് ചെയ്യുന്ന പോലെയാണ്. അവസാനം കുറെ പെട്രോൾ വേസ്റ്റ് ആവുമെന്ന് മാത്രം. മിസ്റ്റേക്ക് 2, പാസ്റ്റ് റിട്ടേൺസ് അങ്ങനെ തന്നെ എക്സ്പെക്ട് ചെയ്യുന്നതാണ്. 2025 ബെസ്റ്റ് മ്യൂച്വൽ ഫണ്ട് എന്ന് സെർച്ച് ചെയ്താൽ ഒരു പക്ഷേ കിട്ടുന്നുണ്ടാവുക ആ ഒരു വർഷം ഏറ്റവും കൂടുതൽ റിട്ടേൺസ് എന്ന ഫണ്ടായിരിക്കും. മ്യൂച്വൽ ഫണ്ട്സിന്റെ അഡ്വർടൈസ്മെന്റ് ശ്രദ്ധിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ അതിൽ പറയുന്നൊരു കാര്യമുണ്ട്, പാസ്റ്റ് പെർഫോമൻസ് ഇസ് നോട്ട് ഇൻഡിക്കേറ്റീവ് ഓഫ് ഫ്യൂച്ചർ റിസൾട്ട് എന്ന്. മിക്ക ആളുകളും ഇത് കണ്ട് ഇഗ്നോർ ചെയ്യുന്നതുകൊണ്ട് തന്നെ വലിയ വില കൊടുക്കേണ്ടി വരും അതിന്. അപ്പോൾ ശരിക്കും എങ്ങനെയാണ് മ്യൂച്വൽ ഫണ്ട്സിനെ ഇവാലുവേറ്റ് ചെയ്യേണ്ടത്? ഒരൊറ്റ വർഷത്തെ പെർഫോമൻസ് മാത്രം നോക്കിയിട്ടായിരിക്കരുത് ഒരു ഇൻവെസ്റ്റ്മെന്റും സെലക്ട് ചെയ്യേണ്ടത്. കഴിഞ്ഞ 5ഉം 10ഉം വർഷത്തെ പെർഫോമൻസ് നമ്മൾ അതിനുവേണ്ടി കൺസിഡർ ചെയ്യണം. മാർക്കറ്റ് ബുള്ളിഷ് ആയി നിൽക്കുന്ന സമയത്ത് എല്ലാ ഫണ്ടുകളും ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്നുണ്ടായിരിക്കും. എന്നാൽ അത് മാത്രം നോക്കി ഡിസിഷൻ എടുക്കാതെ ബെയറിഷ് മാർക്കറ്റിൽ ആ ഫണ്ട് എങ്ങനെ മാനേജ് ചെയ്തു എന്നുള്ള കാര്യമായിരിക്കും അതിന്റെ ക്വാളിറ്റി നമുക്ക് കാണിച്ചു തരുന്നുണ്ടാവുക. ഇങ്ങനെ കഴിഞ്ഞ 5ഉം 10ഉം വർഷത്തെ ഫണ്ടിന്റെ പെർഫോമൻസ് നോക്കുന്നതിന്റെ കൂടെ ആ ഫണ്ടിന്റെ എക്സ്പെൻസ് റേഷ്യോ ആണെങ്കിലും ഫണ്ട് മാനേജറുടെ സ്റ്റെബിലിറ്റി ആണെങ്കിലും
ഇത്തരം കാര്യങ്ങളൂടെ നോക്കുമ്പോൾ ബെറ്റർ ഫണ്ട് നമുക്ക് അവിടെ ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റും. മിസ്റ്റേക്ക് 3, ഒരുപാട് ഫണ്ടുകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. ഇൻവെസ്റ്റ് ചെയ്യുന്ന മിക്ക ആളുകളിലും കണ്ടുവരുന്ന ഒരു മിസ്റ്റേക്കാണ് ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുന്നത് ഓവറാക്കി ചെയ്യുന്നത്. ശരിയാണ്, ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ഒരു ലെവല് കഴിഞ്ഞാൽ ഇതേ ഡൈവേഴ്സിഫിക്കേഷൻ നമുക്കൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിരിക്കും തരുന്നുണ്ടാവുക. 3-4-5 ലാർജ് ക്യാപ്പ്, 2-3 മിഡ് ക്യാപ്പ്, ഇങ്ങനെ പല പല ഫണ്ടുകളും കൂട്ടി 10-15 ഫണ്ടുകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇത് ആക്ച്വലി ഡൈവേഴ്സിഫിക്കേഷൻ അല്ല, ഇതിന് നമുക്ക് ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറയാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എ എന്ന് പറയുന്ന ലാർജ് ക്യാപ്പ് ഫണ്ട്, ഇതിൽ നിഫ്റ്റി 100-ലുള്ള 50-60 സ്റ്റോക്കുകളായിരിക്കും ആഡ് ചെയ്തിട്ടുണ്ടാവുക. ബി എന്ന് പറയുന്ന ലാർജ് ക്യാപ്പ് ഫണ്ട് ഇതേ നിഫ്റ്റി 100-ൽ നിന്ന് 50-60 സ്റ്റോക്കിനെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. സ്വാഭാവികമായിട്ടും ഈ എ എന്ന് പറയുന്ന ഫണ്ടും ബി എന്ന് പറയുന്ന ഫണ്ടിലേക്കും ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ രണ്ടിലും കോമൺ ആയിട്ട് സെയിം സ്റ്റോക്കുകളിലേക്ക് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയാവുമ്പോൾ നല്ല റിസൾട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്ത ഡൈവേഴ്സിഫിക്കേഷൻ മോശം റിസൾട്ട് ആയിരിക്കും നമുക്ക് അവസാനം തരുന്നുണ്ടാവുക. ഒരുപാട് ഫണ്ടുകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത് കോംപ്ലിക്കേഷൻസ് കൂട്ടുകയുള്ളൂ. ഡൈവേഴ്സിഫിക്കേഷന്റെ പേരിൽ 10-20 ഫണ്ടുകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ഗോൾസിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള 4-5 ഫണ്ടുകൾ തന്നെ നിങ്ങൾക്ക് ധാരാളമാണ്. നിങ്ങളുടെ ഡിഫറെൻറ്റ് ഗോൾസിനനുസരിച്ച് ഡിഫറെൻറ്റ് കാറ്റഗറിയിലുള്ള ഡിഫറെൻറ്റ് ഫണ്ടുകൾ ചൂസ് ചെയ്യുമ്പോൾ തന്നെ അതൊരു ഡൈവേഴ്സിഫൈഡ് പോർട്ട്ഫോളിയോ ആയി മാറും. ഇൻഡെക്സ് ഫണ്ടുകളും ലാർജ് ക്യാപ്പ് ഫണ്ടുകളും കുറച്ചും കൂടി സ്റ്റെബിലിറ്റി തരുമ്പോൾ ഫ്ലെക്സി ക്യാപ്പും മൾട്ടി ക്യാപ്പും കൂടുതൽ മാർക്കറ്റ് എക്സ്പോഷർ നമുക്ക് തരും. മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ് പോലുള്ളത് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഇനി ഡെറ്റ് ഫണ്ടുകൾ ആയിക്കോട്ടെ നമ്മുടെ പോർട്ട്ഫോളിയോനെ കൂടുതൽ സ്റ്റേബിൾ ആക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഇൻവെസ്റ്റ് ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, പോർട്ട്ഫോളിയോയുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഫണ്ട്സിലല്ല, പകരം ആ ഇൻവെസ്റ്റ്മെന്റ്സിന്റെ ക്ലാരിറ്റിയിലാണ്. മിസ്റ്റേക്ക് 4, മാർക്കറ്റ് ഫോൾ ആവുന്ന സമയത്ത് SIP സ്റ്റോപ്പ് ചെയ്യുന്നതാണ്. നിങ്ങൾ റെഗുലർ ആയിട്ട് മാർക്കറ്റ് വാച്ച് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, പല കാരണങ്ങൾ കൊണ്ടും പല കാലഘട്ടത്തിലും മാർക്കറ്റിൽ വലിയ ക്രാഷുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇത്തരം സിറ്റുവേഷനിൽ മിക്ക ഇൻവെസ്റ്റേഴ്സും ചെയ്തുകൊണ്ടിരിക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് നിർത്താനായിരിക്കും ശ്രദ്ധിക്കുന്നുണ്ടാവുക. പക്ഷേ മാത്തമാറ്റിക്കലി ഏറ്റവും കോസ്റ്റ്ലി മിസ്റ്റേക്ക് ആണിത്. കാരണം SIP ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആണ് റുപ്പി കോസ്റ്റ് ആവറേജിങ്. അതായത് മാർക്കറ്റ് നോർമലായി നിൽക്കുമ്പോൾ 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് 100 യൂണിറ്റ്സ് ആണ് നമുക്ക് വാങ്ങിക്കാൻ കഴിയുന്നെങ്കിൽ ഇതേ മാർക്കറ്റ് ക്രാഷ് ആയി നിൽക്കുന്ന സമയത്ത് ഇതേ 10,000 കൊണ്ട് 150 യൂണിറ്റ്സ് നമുക്ക് വാങ്ങാൻ കഴിയുമായിരിക്കും. മാർക്കറ്റിൽ ഉണ്ടാവുന്ന ഓരോ ഫോളും SIP ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഓരോ തവണയും കൂടുതൽ ഡിസ്കൗണ്ടഡ് പ്രൈസിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ഓപ്പർച്യൂണിറ്റി. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ഗോൾസ് മനസ്സിലാക്കി ആ ഗോളിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഓപ്ഷൻസിലോട്ടാണെങ്കിൽ ആ ഇൻവെസ്റ്റ്മെന്റ് റെഗുലർ ആയിട്ട് കണ്ടിന്യൂ ചെയ്യാനേ ഞാൻ പറയുള്ളൂ. മാനുവലി ഇൻവെസ്റ്റ് ചെയ്യുന്ന മെത്തേഡ് ഒഴിവാക്കി ഓട്ടോമേറ്റ് ചെയ്ത് വെച്ചാൽ ഇത്തരത്തിലുള്ള ഇമോഷണൽ ഫ്ലക്ച്വേഷൻസിൽ പെടാതിരിക്കാൻ പറ്റും. മിസ്റ്റേക്ക് 5, അസറ്റ് അലോക്കേഷനും റീബാലൻസിങ്ങും ചെയ്യാതിരിക്കുന്നതാണ്. അസറ്റ് അലോക്കേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ മൊത്തം നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റിന് പല അസറ്റ് കാറ്റഗറിയിലോട്ടായിട്ട് എങ്ങനെ അലോക്കേറ്റ് ചെയ്യണം എന്ന് ഡിസൈഡ് ചെയ്യുന്നതാണ്. തീർച്ചയായിട്ടും ഇത് നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റ് ഒബ്ജക്റ്റീവിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെയാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. 25 വയസ്സുള്ള ഒരാൾ 30 വർഷം കഴിഞ്ഞിട്ടുള്ള അയാളുടെ റിട്ടയർമെന്റിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് സമയം അവിടെ അവൈലബിൾ ആണ്. മാർക്കറ്റിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ ക്രാഷുകളൊന്നും ആ ഇൻവെസ്റ്ററിനെ അവിടെ എഫക്റ്റ് ചെയ്യാൻ പോകുന്നില്ല. സ്വാഭാവികമായിട്ടും ഇക്വിറ്റി ഹെവി ആയിട്ടുള്ള പോർട്ട്ഫോളിയോ ഇത്തരം സിറ്റുവേഷൻസിൽ ബിൽഡ് ചെയ്യാൻ കഴിയും. എന്നാൽ നേരെ മറിച്ച് 50 വയസ്സുള്ള ഒരാൾ 5 വർഷം കഴിയുമ്പോൾ ഉണ്ടാകുന്ന റിട്ടയർമെന്റിനാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഒരുപാട് സമയം അവിടെ അവൈലബിൾ അല്ല. മാർക്കറ്റ് റിക്കവർ ചെയ്യുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇക്വിറ്റി എക്സ്പോഷർ കുറച്ച് ഫിക്സഡ് റിട്ടേൺസ് കിട്ടുന്ന അതർ ഓപ്ഷൻസ് ആയിരിക്കും നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക. ഇനി ഈ റീബാലൻസിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ള നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റും നമ്മളുടെ ഫണ്ട്സും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ടോ? പെർഫോം ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് വേണ്ട രീതിയിൽ അതിനെ റീഅറേഞ്ച് ചെയ്യലാണ് ഈ റീബാലൻസിങ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റിനെ വർഷത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഇങ്ങനെ റീബാലൻസിങ് ചെയ്യേണ്ടതാണ്. ഇങ്ങനെ അസറ്റ് അലോക്കേറ്റ് ചെയ്യുക, റീബാലൻസ് ചെയ്യാന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നുന്നുണ്ടായിരിക്കും. പക്ഷേ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ഒബ്ജക്റ്റീവിനോട് അടുക്കുമ്പോൾ നമുക്ക് ഇതിന്റെ യഥാർത്ഥ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാൻ പറ്റും. മിസ്റ്റേക്ക് 6, ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സിൽ നിന്ന് ഒരു റെഗുലർ റിട്ടേൺസ് എക്സ്പെക്ട് ചെയ്യുന്നതാണ്. ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിലോടൊക്കെ ഇൻവെസ്റ്റ് ചെയ്താൽ എന്തായാലും 15% റിട്ടേൺസ് കിട്ടും എന്നുള്ള തെറ്റിദ്ധാരണ ഒരുപാട് പേർക്കുണ്ട്. മാർക്കറ്റ് ലിങ്ക്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളിൽ നിന്ന് ഒരു ഫിക്സഡ് റിട്ടേൺസ് എല്ലായ്പ്പോഴും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ കഴിയണം എന്നില്ല. ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് എന്താ ചെയ്യുന്നത്? അവർ കളക്ട് ചെയ്യുന്ന ഫണ്ട് കമ്പനീസിന്റെ ഷെയർസിലോട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്.
ഈ കമ്പനീസിന്റെ പെർഫോമൻസ് കൂടിയും കുറഞ്ഞിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത ഫണ്ടിന്റെ പെർഫോമൻസും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. കഴിഞ്ഞ ഒരു 10 വർഷത്തിൽ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് 12% ആവറേജ് റിട്ടേൺസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം കഴിഞ്ഞ ഓരോ വർഷത്തിലും 12% വീതം കിട്ടിയെന്നല്ല. ഒരു വർഷം ചിലപ്പോൾ 18% കിട്ടിയിട്ടുണ്ടായിരിക്കും, പിറ്റേ വർഷം ചിലപ്പോൾ കിട്ടിയത് 8% ആയിരിക്കും, അതിന്റെ പിറ്റേ വർഷം ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവുക -6% ആയിരിക്കാം. ഇങ്ങനെ കഴിഞ്ഞ 10 വർഷത്തെ ആവറേജ് പെർഫോമൻസ് നോക്കുമ്പോൾ 12% റിട്ടേൺസ് കിട്ടി എന്നുള്ളതാണ് നമ്മൾ അവിടെ മനസ്സിലാക്കിയെടുക്കേണ്ടത്. അതായത് ഇൻവെസ്റ്റ്മെന്റ്സിൽ നിന്ന് ഒരിക്കലും ഗ്യാരണ്ടി റിട്ടേൺസ് കിട്ടില്ല എന്നല്ല, ഗ്യാരണ്ടീഡ് റിട്ടേൺസ് തരുന്ന ഓപ്ഷൻസ് അവൈലബിൾ ആണ്. പക്ഷേ ഇക്വിറ്റി ലിങ്ക്ഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസിൽ നിന്ന് നിങ്ങൾക്ക് ഗ്യാരണ്ടീഡ് റിസൾട്ട് എക്സ്പെക്ട് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇക്വിറ്റി റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മിനിമം 5-6 വർഷം നിങ്ങൾക്കത് ഹോൾഡ് ചെയ്യാൻ കഴിയണം. അതല്ലെങ്കിൽ ഇക്വിറ്റി അല്ലാത്ത ഓപ്ഷൻസ് കൺസിഡർ ചെയ്യുന്നതായിരിക്കും നല്ലത്. നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്ത ഈ 6 മിസ്റ്റേക്സിലോട്ടൊന്ന് നോക്കിയാൽ കോമൺ ആയിട്ട് നിങ്ങൾക്കൊരു കാര്യം കാണാൻ പറ്റും. അത് ഇമോഷണൽ ഡിസിഷൻസ് ആണ്. ബിഹേവിയറൽ ഫൈനാൻസിൽ ഒരു പ്രൂവൺ ഫാക്റ്റ് ഉണ്ട്. 1000 രൂപ നഷ്ടം വരുമ്പോൾ ഉണ്ടാകുന്ന പെയിൻ 1000 രൂപ ലാഭം വരുമ്പോൾ കിട്ടുന്ന സന്തോഷത്തേക്കാൾ 2 ഇരട്ടിയാണെന്ന്. നിങ്ങൾക്കൊരു ഗുഡ് ഇൻവെസ്റ്റർ ആകണം എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളൊരു ഡിസിപ്ലിൻഡ് പേഴ്സൺ ആവുക എന്നുള്ളതാണ്. ഡിസിപ്ലിൻ എന്നോട് ഉദ്ദേശിച്ചത് ഗോൾസ് സെറ്റ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുക, മാർക്കറ്റിന്റെ പെർഫോമൻസ് നോക്കി ഡിസിഷൻസ് ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്യാതിരിക്കുക. കാരണം ഓരോ തവണ പാനിക് ആയിട്ട് നിങ്ങൾ വിഡ്രോ ചെയ്യുമ്പോഴും SIP സ്റ്റോപ്പ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് അവിടെ കിട്ടേണ്ട കോമ്പൗണ്ടിങ്ങിന്റെ ഇമ്പാക്റ്റ് ആണ് ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത്. മിക്ക മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റേഴ്സും കോമൺ ആയിട്ട് ചെയ്തു വരുന്ന കുറച്ച് മിസ്റ്റേക്സ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. ഇതിലേതെങ്കിലും മിസ്റ്റേക്സ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ അത് കറക്റ്റ് ചെയ്യാനുള്ള ഒരു ആക്ഷൻ നിങ്ങൾ എടുക്കേണ്ടതാണ്. നമ്മളിവിടെ ഡിസ്കസ് ചെയ്തതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ വേണ്ട രീതിയിൽ സപ്പോർട്ട് ചെയ്യണേ. അണ്ടിൽ നെക്സ്റ്റ് ടൈം, ബൈ.